ഹായ് ഗൈസ്, സിനിഫൈൽ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് മൂവി റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്, കുറച്ച് സിനിമ ഫാക്ട്സിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. മൂവി റിവ്യൂ ചെയ്യാൻ വേണ്ടി പുതിയ നല്ല സിനിമകളൊന്നും വന്നിട്ടില്ല. നല്ല സിനിമകൾ വന്നാൽ നമ്മൾ അന്നേരം പോയി കാണുകയും റിവ്യൂ പറയുന്നതാണ്. സോ ഓക്കെ, നമുക്കിപ്പം ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ട്രെയിലർ ഇൻ എ മൂവി. ഒരു സിനിമയ്ക്ക് ട്രെയിലർ എന്ന് പറയുന്നത് ഘടകം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ കണ്ടന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഈ വീഡിയോ എത്ര ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിലോട്ട് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇത് എത്തിയാൽ അത് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിൻ്റെ മെയിൻ സംഭവത്തിലോട്ട് പോകാം. അപ്പം ട്രെയിലർ കട്ട്. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ആണ് ഇപ്പോൾ ആളുകൾ ആ സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ആളുകൾക്ക് ആ സിനിമയുടെ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ടാണ് കൂടുതൽ ആളുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൂടുതൽ ആളുകളും പോയി സിനിമ കാണുന്നത്. അപ്പം ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഈ ട്രെയിലർ എത്രത്തോളം പെർഫോം ചെയ്യുന്നു അത്രത്തോളം ആയിരിക്കും ആ സിനിമ കാണാൻ ആളുകൾ പോകുന്നത്. അപ്പം പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രെയിലർ എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഇപ്പോൾ പല സിനിമകളിലും ആവറേജ് ആവാനോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയി പോകാനുള്ള മെയിൻ റീസൺ ആ സിനിമയുടെ ട്രെയിലർ കട്ടാണ്. ആ സിനിമയുടെ ട്രെയിലർ കട്ട് എത്രത്തോളം നോർമലാക്കാവോ അത്രത്തോളം നോർമലായിട്ട് വേണം റിലീസ് ചെയ്യാൻ. ഭയങ്കര പവർ പാക്ഡ് ആയിട്ട് നമ്മൾ സിനിമ അല്ലെങ്കിൽ ട്രെയിലർ എടുത്തിട്ട് പിന്നെ ആളുകൾ അത് പോകുമ്പോൾ അവർ ട്രെയിലർ എന്താണോ കണ്ടത് അത് തന്നെ ഇതിലും കാണുമ്പോൾ അവർക്ക് ആ ഒരു ഈ ഒരു ഇൻട്രസ്റ്റ് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ അവർക്കൊരു ആവറേജ് ഫീലേ തോന്നത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് ട്രെയിലർ കണ്ട എന്താണോ അതിന് മേളിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ എത്ര പവർഫുൾ ആയിരിക്കും സിനിമ എന്തായിരിക്കും എന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ എത്രത്തോളം അവരുടെ ഉള്ളിൽ പെർഫോം ചെയ്യുന്നു അതിൻ്റെ മേളിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ട്രെയിലർ അതേപോലെ തന്നെ പടമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് വലിയ പ്രിയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ലിയോയുടെ ട്രെയിലർ എടുത്ത് നോക്കുക, കൂലിയുടെ ട്രെയിലർ എടുത്ത് നോക്കുക. ലിയോയുടെ ട്രെയിലർ എന്താണോ അത് തന്നെയാണ് ആ സിനിമ. കൂലിയുടെ ട്രെയിലർ എന്താണോ അത് തന്നെയാണ് ആ സിനിമ. അല്ലാതെ അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവം കിട്ടാത്തത് കൊണ്ടാണ് ആ സിനിമ ആവറേജ് ആയിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലർ മാക്സിമം നോർമലായിട്ട് ഇറക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മാർക്കോയുടെ ടീസർ, അതിൽ ആ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഒറ്റ ഷോട്ട് രണ്ട് മൂന്ന് ഷോട്ട്സ് മാത്രം കണ്ട് ആ ടീസറിലുള്ളൂ. സെക്കൻഡ് ഹാഫാണ് ആ സെക്കൻഡ് ഹാഫിലെ കുറേ സീൻസാണ് ആ ആളുകളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതും അല്ലെങ്കിൽ ആളുകളിൽ ഞെട്ടലുണ്ടാക്കിയതും മാർക്കോയിലെ സെക്കൻഡ് ഹാഫാണ്. നിങ്ങൾക്കത് സിനിമ കണ്ടറിയാം. കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒറ്റ സീൻ മാത്രം, അത് വലിയ ബ്രൂട്ടാലിറ്റി ഇല്ല അതിൽ, അത് മാത്രമേ അവർ ടീസറിൽ ആഡ് ചെയ്തുള്ളൂ. ആ ഒരു സീൻ അവരെ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. തിയേറ്ററിൽ കണ്ടപ്പോൾ അതിൽ കണ്ടതിൻ്റെ അതിനേക്കാളും എക്സ്ട്രീം ലെവലിലുള്ള സാധനം അവർ ക്ലൈമാക്സിൽ കണ്ടു. പക്ഷെ ക്ലൈമാക്സിൽ ഒരു സീൻ പോലും ടീസറിലില്ല. ഞാൻ പറഞ്ഞ കണക്റ്റായോ? അപ്പം അങ്ങനെ വേണം ടീസറുകൾ ഉണ്ടാക്കാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം ടീസർ കണ്ടിട്ട് ആളുകൾ സിനിമ കാണുമ്പോഴത്തേനും ഇപ്പോൾ ഉദാഹരണത്തിന് RRRൻ്റെ ട്രെയിലർ ഭയങ്കര ആ സിനിമേനെ പലയിടത്തു നിന്നും, കേരളത്തിൽ നിന്നായിക്കോട്ടെ തമിഴ്നാട്ടിൽ നിങ്ങളുടെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ആ സിനിമ, അല്ലേ? കേരളത്തിലാണ് കൂടുതലും സിനിമ ആവറേജ് റെസ്പോൺസ് കിട്ടിയത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഈ സിനിമയുടെ ട്രെയിലറിൽ ക്ലൈമാക്സിലെ ഓൾമോസ്റ്റ് എല്ലാ സീൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് എല്ലാം മാറ്റി കട്ട് ചെയ്തിട്ടാണ് അവർ ആ സിനിമ ചെയ്തിട്ടുള്ളത്, ആ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമാക്സിലെ സീൻസ് ഓൾറെഡി ട്രെയിലറിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കാണുന്ന ആളുകൾക്ക് ഇത് നമ്മൾ ട്രെയിലറിൽ കാണേണ്ടത് തന്നെ അല്ലേ എന്നുള്ളൊരു ഫീല് വരും. ആ ഫീല് വരാതിരിക്കണമായിരുന്നെങ്കിൽ ആ സിനിമയിൽ ഇൻ്റർവെല്ലിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം മാത്രം അവർ കട്ട് ചെയ്തിടുമായിരുന്നെങ്കിൽ
ആ സിനിമ കണ്ട ഓഡിയൻസിന് ആ ക്ലൈമാക്സ് കാണുമ്പോൾ അത് വലിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറിയാണ്. പക്ഷേ അത് അവർ ഓൾറെഡി കുറച്ച് സീൻസ് ആ ട്രെയിലറിൽ കണ്ടുപോയി. ഞാൻ ട്രെയിലർ കണ്ടത് തന്നെയല്ലേന്ന് പറയും. പിന്നെ സലാറിൻ്റെ ട്രെയിലർ ഓക്കെ ആയിരുന്നു. പക്ഷേ സലാർ ആവറേജ് ആവാനുള്ള റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സർട്ടിഫിക്കേഷൻ അവർ കൊടുത്തു, വയലൻസിന് എ സർട്ടിഫിക്കേഷൻ കൊടുത്തു. എന്നിട്ടും ആ സിനിമയിലെ പീക്ക് വയലൻസ് ആയിട്ടുള്ള കാട്ടിരമ്മ ഫൈറ്റ് സീനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വയലൻസ് സീനാണ് അവർ എടുത്ത് ട്രെയിലറിൽ ഇട്ടതെന്ന് ആലോചിക്കണം. അത് റിലീസ് ട്രെയിലർ ഇട്ടതെന്ന് ആലോചിക്കണം. അത് കണ്ടു പോകുന്നൊരു വ്യക്തിക്ക് ആ സീൻ കണ്ട അവർ ഞെട്ടുന്നില്ല. മനസ്സിലായോ? ഈ നമ്മുടെ സിനിമയുടെ നാഴിക, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണോ അത് നമ്മൾ ട്രെയിലറിൽ ആഡ് ചെയ്യരുത്. അതിന് പകരം അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് സീൻസ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ സിനിമയിൽ. ആ സിനിമയിൽ ആ ഇമ്പോർട്ടൻസ് ഉള്ള അതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസിൽ ഉള്ള സീൻസിൻ്റെ ഒരു ഭാഗം പോലും നമ്മൾ ട്രെയിലറിൽ ഇടാൻ പാടില്ല. അതിന് പകരം ഇമ്പോർട്ടൻസ് കുറഞ്ഞത്, എന്നാൽ കണ്ടാൽ ഈ പടം കണ്ടു നോക്കാം എന്ന് തോന്നുന്ന കുറച്ച് സീൻസ് നമ്മുടെ സിനിമയിൽ ഉണ്ടായിരിക്കുമല്ലോ, ആ സീൻസിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് വേണം ട്രെയിലർ ഉണ്ടാക്കാൻ. അല്ലാത്ത ആ സിനിമയിലെ ഗ്രേറ്റ് അല്ലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വേസ്റ്റ് ഒരു പ്ലാൻ ആയിരിക്കും അത്. അപ്പം ഇതൊക്കെ നോക്കി വേണം നമ്മളൊരു ഫിലിം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫിലിമിലേക്ക് ആളെ കയറ്റാനുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം ഇങ്ങനെ ട്രെയിലറായിട്ട് ഇറക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പും അതിനനുസരിച്ച്, കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ നമ്മൾ ഇടുന്നുള്ളതുകൊണ്ട് ഹൈപ്പ് കുറച്ച് കയറും. അതുപോലെ തന്നെ പടം കണ്ടിട്ട് അവർ കാണാത്ത വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ അവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അല്ലാതെ ഈ ആർആറിനകത്ത് കാണിച്ചതുപോലെയോ സലാറിനകത്ത് കാണിച്ച പോലെയോ കൂലിക്കകത്ത് കാണിച്ച പോലെയോ ലിയോയ്ക്കകത്ത് കാണിച്ച പോലെയോ നമ്മുടെ പടത്തിലുള്ള എല്ലാ പോർഷൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ പോർഷൻസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ് പ്രോബ്ലം. പക്ഷേ പിന്നെ ചില സിനിമകളുണ്ട്, സ്പൈഡർമാൻ ഫാർ ഫ്രം പോലുള്ള സിനിമകളിലുള്ള എല്ലാ പോർഷൻസും അവർ ഇട്ടെങ്കിലും അവിടെ നിന്ന് കുറച്ച് എഡിറ്റ്, കാരണം അതൊരു വേറെ ജോൺറയാണ്, സൂപ്പർ നാച്ചുറൽ സാധനമാണ്. അപ്പം ആ സ്പൈഡർമാൻസിൻ്റെ ക്യാമിയോയുടെ ആ സീൻ അവർ എടുത്തിട്ടെങ്കിലും അത് അവർ അവിടെ നിന്ന് മറ്റു രണ്ട് സ്പൈഡർമാനെ ഇറേസ് ചെയ്ത് കളഞ്ഞു, റൈറ്റ്? അപ്പോൾ അതാണ് അവരുടെ ടെക്നിക്ക്. പക്ഷെ നമ്മളത് ഇടേണ്ട ആവശ്യമില്ല. അതിന് വരെ നമ്മൾ ആ സീൻ മൊത്തത്തോടെ മാറ്റിയാൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് നമ്മുടെ സിനിമ ഒരു ആവറേജ് സിനിമയാണെങ്കിലും ഈ സിനിമ ഇടാത്തതുകൊണ്ട് ആ സീനിന് വേണ്ടി ഒരു തവണ കൂടെ നമുക്ക് ഈ പണം കാണാനൊരു ഫീൽ വരും. എമ്പുരാൻ സിനിമയ്ക്കും ഇതേ സംഭവം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എമ്പുരാൻ്റെ ടീസർ മാത്രം കണ്ടിട്ട് ഒരു വ്യക്തി ആ സിനിമ കാണാൻ പോകുന്നതും എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഒരു വ്യക്തി ആ സിനിമ കാണാൻ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ സിനിമകൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പെട്ടെന്ന് ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തത്. ഇനി നമ്മൾ കണ്ട സിനിമകളുടെ റിവ്യൂസ് ആയിട്ടും അപ്ഡേഷനായിട്ടും ഫാക്ട്സ് ആയിട്ടും ഒക്കെ ഇനിയും നമ്മുടെ ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് വരും. മാസത്തിലൊരു മിനിമം ഒരു 4 വീഡിയോസ് എങ്കിലും ഇടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലിൽ കയറി നോക്കിയിട്ട് മറ്റു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും